നമസ്കാരം. ഗണേഷ് കുമാർ നല്ല മന്ത്രിയൊക്കെ തന്നെയാണ്. പക്ഷേ ചില വീണ്ടു വിചാരമില്ലായ്മയുണ്ടോ എന്നതാണ് ഇപ്പോൾ തോന്നുന്നത്. ഇപ്പോൾ ഗണേഷും ഗതാഗത കമ്മീഷണറും തമ്മിലാണ് അടി. അതിനു മുമ്പ് KSRTC CMDയും ഗതാഗത സെക്രട്ടറിയുമായ ബിജു പ്രഭാകർ ഗണേഷുമായുള്ള യുദ്ധത്തിൽ തോൽവി സമ്മതിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഗതാഗത കമ്മീഷണറും ഗണേഷും തമ്മിൽ അടിമുറുകുന്നത്. മന്ത്രി KB ഗണേഷ് കുമാറിനെ ഞെട്ടിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ശ്രീജിത്ത് IPS. ഏകപക്ഷീയമായ മന്ത്രിയുടെ നീക്കങ്ങൾ അനുവദിക്കില്ലെന്ന സന്ദേശം നൽകുകയാണ് ഗതാഗത കമ്മീഷണർ കൂടിയായ ശ്രീജിത്ത് IPS. സെക്രട്ടേറിയറ്റിലും സിവിൽ സർവീസുകാർക്കിടയിലും ചർച്ചയായി മാറുകയാണ് ശ്രീജിത്തിന്റെ ഇടപെടൽ. മന്ത്രിയായാലും അധികാര പരിധി വിട്ടാൽ പ്രതികരിക്കുമെന്ന സൂചനയാണ് ശ്രീജിത്ത് നൽകിയത്. മന്ത്രിയുമായുള്ള ഭിന്നതയിൽ KSRTC CMDയും ഗതാഗത സെക്രട്ടറിയുമായ ബിജു പ്രഭാകർ തോൽവി സമ്മതിച്ചിരുന്നു. രണ്ട് ചുമതലയിൽ നിന്നും ഒഴിയാനാണ് ബിജു പ്രഭാകറിന്റെ തീരുമാനം. സർക്കാരിന് കത്തും നൽകി അവധിയും എടുത്തു. ഇതിനുശേഷമാണ് അടുത്ത ലക്ഷ്യം ഗതാഗത കമ്മീഷണറായ ADGP റാങ്കിലുള്ള ശ്രീജിത്താണെന്ന സന്ദേശം മന്ത്രിയിൽ നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിൽ ഗതാഗത കമ്മീഷണർ ശ്രീജിത്തിനെ മന്ത്രി പരസ്യമായി ശാസിച്ചു. മറുപടി പറയാൻ അനുമതി നൽകിയതുമില്ല. ഇത് വിശദീകരിക്കാനായി പിന്നീട് മന്ത്രിയുടെ ചേംബറിലെത്തിയപ്പോഴും ഉയർന്ന ഉദ്യോഗസ്ഥ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി ശകാരിക്കാൻ മുതിർന്നപ്പോൾ ഗതാഗത കമ്മീഷണർ അതേ ഭാഷയിൽ തിരിച്ചു പ്രതികരിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. നേരത്തെ പല അവലോകന യോഗത്തിലും ഗണേശിനൊപ്പം ശ്രീജിത്തും പങ്കെടുത്തിരുന്നു. അന്ന് മന്ത്രിയുടെ പല ഇടപെടലുകളിലും സമചിത്തതയോടെയാണ് ശ്രീജിത്ത് പ്രതികരിച്ചത്. എന്നാൽ മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ശ്രീജിത്തിന് ഏറെ മാനസിക വേദനയുണ്ടാക്കി. വിശദീകരിക്കാൻ പോലും അനുവദിക്കാത്ത വിമർശനം പരിധി വിട്ടതാണെന്നായിരുന്നു വിലയിരുത്തൽ. ഇതുകൊണ്ടുകൂടിയാണ് മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയത്. കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നാൽ മന്ത്രി നിലപാടുകളിൽ മാറ്റം വരുത്തിയില്ല. ഇതോടെയാണ് തർക്കം പുതിയ തലത്തിലെത്തിയത്. ഇരുവരും തമ്മിലുള്ള രൂക്ഷമായ വാക്കുതർക്കം 5 മിനിറ്റോളം നീണ്ടു. പ്രതിഷേധിച്ച് മന്ത്രിയുടെ മേശപ്പുറത്ത് ശക്തമായി അടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശ്രീജിത്തിനെ അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു. എന്തായാലും പ്രശ്നം അതിരൂക്ഷമാണ്. ഗണേഷിനൊപ്പം തുടരാനാകില്ല എന്ന തീരുമാനത്തിലേക്കാണ് ശ്രീജിത്തും പോകുന്നത്. നീണ്ട അവധിയിലേക്കും പിന്നീട് രാജിയിലേക്കും പോകാനാണ് തീരുമാനമെന്നാണ് ശ്രീജിത്തുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. കേന്ദ്ര നിയമപ്രകാരമുള്ള അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. 2023 തുടങ്ങുമെന്ന് പല ഉറപ്പുകളും സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയെങ്കിലും മാറ്റിവയ്ക്കുകയായിരുന്നു. നിലവിലുള്ള 6131 ഡ്രൈവിംഗ് സ്കൂളുകളെയും ഇത് ബാധിക്കുന്നതിനാൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് അവർ മൂലധനം ഇറക്കി കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങണമെന്നതായിരുന്നു ഗതാഗത വകുപ്പിന്റെ അന്നത്തെ നിർദ്ദേശം. എന്നാൽ അത് സർക്കാരിന് ബാധ്യതയാകുമെന്നും കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെ ആർക്കും വരാവുന്ന രീതിയിൽ കരാർ വിളിക്കുന്നതാണ് നല്ലതെന്നും അന്നത്തെ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു. ഇതിൽ ഇപ്പോഴും തീരുമാനമായില്ല. ഇതു സംബന്ധിച്ച ഉത്തരവുണ്ടോ എന്ന് യോഗത്തിൽ മന്ത്രി ചോദിച്ചു. ഇല്ലെന്ന് കമ്മീഷണർ വിശദീകരിക്കാൻ തുടങ്ങുമ്പോഴേക്കും മന്ത്രി ക്ഷുഭിതനായി. അതിനുശേഷം ശ്രീജിത്തിനെതിരെ കടന്നാക്രമണമായി. യഥാർത്ഥത്തിൽ സർക്കാർ തീരുമാനം വൈകുന്നതായിരുന്നു ഇതിനെല്ലാം കാരണം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോട് ക്ഷമ പറഞ്ഞ മന്ത്രി ഉദ്യോഗസ്ഥരും ഗതാഗത കമ്മീഷണറും തന്നെ വഞ്ചിച്ചുവെന്ന് മൈക്കിലൂടെ പറഞ്ഞു. ഇത് എല്ലാ പരിധിയും വിട്ടായിരുന്നുവെന്ന വിലയിരുത്തലിൽ ശ്രീജിത്തും എത്തി. യോഗം കഴിഞ്ഞ കമ്മീഷണർ മന്ത്രിയുടെ ചേംബറിൽ എത്തിയപ്പോഴാണ് ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായത്. തന്റെ ഭാഗം കൃത്യമായി തന്നെ ശ്രീജിത്ത് വിശദീകരിക്കുകയും ചെയ്തു. ആന്റണി രാജു ആയിരുന്നു പിണറായിയുടെ 2ാം മന്ത്രിസഭയുടെ തുടക്കത്തിൽ ഗതാഗത മന്ത്രി. ഇടതുമുന്നണിയിലെ ധാരണ അനുസരിച്ച് 2ാം പാദത്തിൽ ഗണേഷ് മന്ത്രിയായി. ഇതോടെ ആന്റണി രാജുവിന്റെ കാലത്തെ തീരുമാനമെല്ലാം മാറ്റാനാണ് ഗണേഷിന്റെ നീക്കം. KSRTCയിൽ ഇലക്ട്രിക് ബസ്സുമായ തർക്കമാണ് ബിജു പ്രഭാകറുമായുള്ള മന്ത്രിയുടെ ആശയവിനിമയത്തിന് കാരണം. ഗതാഗത കമ്മീഷണറേറ്റുമായി ബന്ധപ്പെട്ടും നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ സാഹചര്യത്തിലാണ് മന്ത്രിയും കമ്മീഷണറും തമ്മിലെ ഭിന്നത ചർച്ചകളിലെത്തുന്നത്. ബിജു പ്രഭാകറും മന്ത്രിയും തമ്മിലുള്ള പ്രശ്നം മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ തലവേദനയാണ്. അതിനിടെയാണ് ഇതേ വകുപ്പിൽ മറ്റൊരു ഭിന്നതയും എത്തുന്നത്. നന്ദി.